കൊച്ചി തിരുവിതാംകൂർ ദേവസ്വം മാതൃകയിലുള്ള മലബാർ ദേവസ്വം ബിൽ ഈ നിയമസഭാ സമ്മേളനത്തിലുമില്ല. മലബാർ ദേവസ്വം ഏകീകരണം നിയമം തൽക്കാലം വേണ്ട എന്ന നിലപാടിലാണ് സർക്കാർ. സമുദായ സംഘടനകളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ബിൽ ചർച്ചയ്ക്കെടുക്കാത്തത് എന്നാണ് സൂചന. 24 എക്സ്ക്ലൂസീവ്. 2008 VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്താണ് മലബാർ ദേവസ്വം ബോർഡ് രൂപീകരിക്കുന്നത്. കൊച്ചി തിരുവിതാംകൂർ ദേവസ്വങ്ങളുടെ മാതൃകയിലേക്ക് മലബാർ ദേവസ്വം ബോർഡിനും ഏകീകൃത സ്വഭാവം കൊണ്ടുവരികയായിരുന്നു ലക്ഷ്യം. 2017 കെ ഗോപാലകൃഷ്ണൻ സമിതി മലബാർ ദേവസ്വം ബില്ലിന്റെ മാതൃക തയ്യാറാക്കി സർക്കാരിൽ സമർപ്പിച്ചെങ്കിലും ഇതുവരെയും വിഷയം നിയമസഭയിൽ ചർച്ചയ്ക്കെടുത്തില്ല. 1403 ക്ഷേത്രങ്ങളാണ് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ളത്. വരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ 5 ഗ്രേഡുകളിലാണ് ക്ഷേത്രങ്ങൾ. 4-5 ഗ്രേഡുകളിലെ ക്ഷേത്ര ജീവനക്കാർക്ക് വേതനം നൽകുന്നത് സർക്കാർ ഫണ്ടിൽ നിന്നാണ്. ഏകീകൃത നിയമം വന്നാൽ ജീവനക്കാർക്ക് ഗ്രേഡ് നോക്കാതെ വേതനവും മറ്റ് ആനുകൂല്യങ്ങളും ലഭ്യമാക്കാനാവും. എന്നാൽ ഏകീകൃത ബിൽ സഭയിൽ വെക്കേണ്ടതില്ലെന്നാണ് സർക്കാർ തീരുമാനം. നമ്മുടെ സ്വത്ത്, ക്ഷേത്രത്തിൻ്റെ സ്വത്ത് നഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന് ഇറക്കേണ്ട ഗതികേടുള്ളത്. മാറി മാറി വരുന്ന സർക്കാരുകൾ തിരിഞ്ഞു നോക്കിയില്ല എന്ന് മാത്രമല്ല, കോടതി സ്വന്തം സോമോട്ടോ എടുത്ത് വിധിച്ച വിധി വെള്ളം ചേർക്കുകയാണ്. അഴിമതിക്കാരായ ട്രസ്റ്റിമാരെ ലോബിക്ക് വേണ്ടിയും ചില സമുദായ ഇവർക്ക് പേടിച്ചുകൊണ്ടും മതസംഘടനകളെ പേടിച്ചുകൊണ്ടുമാണ് ഈ ലോബിക്ക് വേണ്ടി ഈ തൊഴിലാളി സർക്കാർ പോലും വശംവദരാകുന്നു എന്ന് കാണുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. ഏകീകൃത നിയമം യാഥാർത്ഥ്യമായാൽ ഇപ്പോൾ ക്ഷേത്രഭരണം കൈയാളുന്ന പാരമ്പര്യ ട്രസ്റ്റികളുടെ അധികാരം നഷ്ടമാവും. നിയമനങ്ങളെല്ലാം ദേവസ്വത്തിൻ്റെ നിയന്ത്രണത്തിലാവും. അന്യാധീനപ്പെട്ട ക്ഷേത്ര സ്വത്തുവകകളും തിരിച്ചുപിടിക്കാനാവും. ഇതാണ് സമുദായ നേതാക്കൾ ഏകീകൃത ബില്ലിനെതിരെ തിരിയാൻ കാരണം. സമുദായ നേതാക്കളുടെ തിട്ടൂരം ഭയന്ന് സർക്കാർ വീണ്ടും മുട്ടുമടക്കി. മലബാർ ദേവസ്വം നിയമം ഏകീകരിക്കുന്നത് അങ്ങനെ വൃഥാവിലായി. ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് ആക്ട് വീണ്ടും പിന്തുടരേണ്ട ഗതികേടിലാണ് മലബാർ ദേവസ്വം. എസ് വിനേഷ് കുമാർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.